സഹികെട്ട് പറയേണ്ടി വന്നതാണ് അങ്ങനെ പറഞ്ഞത്. പാർട്ടി എപ്പോഴെങ്കിലും ഇടതു വ്യതിയാനം നടത്തുമ്പോൾ അതും കൃത്യമായി അനുസരിച്ചു പോകുന്ന അടിമയല്ല, പകരം ഇടതു വ്യതിയാനത്തെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ചില ഘട്ടങ്ങളിലെങ്കിലും എൻ്റെ ചർച്ചകൾ എന്നുള്ളതാണ് വാസ്തവം. അഡ്വക്കേറ്റ് BN ഹസ്കർ ചാനൽ ചർച്ചകളിൽ CPM വേണ്ടി ഇടത് നിരീക്ഷകനായി പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ താൻ രാഷ്ട്രീയ നിരീക്ഷകനായി മാറുന്നു എന്നുള്ളത്. ഒരു പരിഹാസ രൂപേണയാണ് സാധാരണ ഒരാൾക്ക് വായിച്ചാൽ അത് മനസ്സിലാകുന്നത്. അവസാനം ഒരു വരി കൂടെ അതിൽ ചേർത്തിട്ടുണ്ട്, പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കൂ എന്നുള്ള രീതിയിൽ. യഥാർത്ഥത്തിൽ പേടിച്ചോ? അങ്ങനെയല്ല, ഇതൊരു സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ നടത്തുന്ന ചില അക്രമങ്ങൾ അതിനെതിരെയുള്ള ഒരു പരിഹാസം മാത്രമാണ്. കാരണം ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ആളുകൾ പോലും ഇടതു നിരീക്ഷകൻ എന്ന് പറഞ്ഞ് വലിഞ്ഞു കയറി വന്ന ഏതോ പദവിയാണെന്ന് തോന്നലുളവാക്കുന്ന തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഉദ്ദേശം ഞാനൊക്കെ ഒരു 7-7.5 കൊല്ലത്തിന് അധികമായി ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നു. ഈ ചാനൽ ചർച്ചകളിൽ ഞങ്ങളുടെ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയാണ് ചർച്ചകളിൽ പങ്കെടുക്കാറ്. 3-3.5 മണിക്കൂർ പല ദിവസങ്ങളിലും സംസ്ഥാനത്തെ രാഷ്ട്രീയം വിഷയങ്ങളിലും അതുപോലെ നാഷണൽ മീഡിയയിൽ അടക്കം ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ഇതേതോ നേട്ടത്തിനു വേണ്ടി എന്നൊരു തോന്നൽ. ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമെന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. കാരണം ഞങ്ങൾക്ക് ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനുള്ള സാഹചര്യം പലപ്പോഴും തൊഴിലുമായി ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ടാവാറില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഞങ്ങൾക്ക് സംവദിക്കുക, ഞങ്ങളുടെ ഇടതു രാഷ്ട്രീയം സംവദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് ഏതോ കൗശലത്തിൻ്റെ പിന്നിലാണ് എന്ന് തോന്നലുളവാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം തോടുകൂടി ആക്രമിക്കപ്പെടുമ്പോൾ അതിനുള്ള നിഷേധാത്മക നിലപാട് കൂടിയാണത്. അത് അവർക്കുള്ള പരിഹസനം. ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ആളെയല്ല, എന്നിട്ട് പോലും സഹികെട്ട് പറയേണ്ടി വന്നതാണ് അങ്ങനെ പറഞ്ഞത്. പാർട്ടി എപ്പോഴെങ്കിലും ഇടതു വ്യതിയാനം നടത്തുമ്പോൾ അതും കൃത്യമായി അനുസരിച്ചു പോകുന്ന അടിമയല്ല, പകരം ഇടതു വ്യതിയാനത്തെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ചില ഘട്ടങ്ങളിലെങ്കിലും എൻ്റെ ചർച്ചകൾ എന്നുള്ളതാണ് വാസ്തവം. അത് ആ അർത്ഥത്തിൽ തന്നെ തുടർന്നു പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണ് സ്വതന്ത്രമായി നിൽക്കുക എന്ന വലിയ ആകാശത്തിലേക്ക് ആ സ്വാതന്ത്ര്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പരിഹാസ രൂപേണ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിലൂടെ ഒരു പോസ്റ്റ് ഇട്ടത്. എന്തായാലും ഈ മുഖ്യമന്ത്രിക്കും വെള്ളാപ്പള്ളിയൊക്കെ ചേർത്ത് ഒരു വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയ വലിയൊരു ആക്രമണമാണ് ഉണ്ടായത്. ഇപ്പം ആക്റ്റീവ് അല്ലെങ്കിൽ പോലും പലരും പറഞ്ഞ അക്കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ലേ? അപ്പോൾ അത് ഈ CPM ചേർന്ന് നിൽക്കുന്ന പല യുവജന സംഘടനകളിലെ നേതാക്കൾ പോലും വളരെ മോശമായ രീതിയിലായിരുന്നു വിമർശനങ്ങൾ ഉയർത്തിയത്. അല്ല, നിശ്ചയമായി അത് ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി, പ്രീതിയാണ് ഈ പാർട്ടിയുടെ രാഷ്ട്രീയ എന്നുള്ളതും അത്തരത്തിൽ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഞാനാണ് ഏറ്റവും വലിയ പ്രീതിപ്പെടുത്തുന്നവനെന്ന പോലെ ഭാസ്കര പട്ടേലും പോലെ വിനീത വിധേയനായി നിൽക്കുന്ന സക്കറിയുടെ ആ കഥയിലെ പോലെ വിനീത വിധേയനായി നിൽക്കുന്ന ആളുകളാണ് ഇന്ന് ഈ പാർട്ടിയുടെ ശാപം. സ്വതന്ത്രമായി നിലപാട് പറയുക, അത് പറയേണ്ടടുത്ത് പറയണം, എന്നെപ്പോലുള്ള പുറത്തു പറയുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് പറയേണ്ടത് ഘടകങ്ങളിലാണ്, അങ്ങനെ പറയണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. ഈ എല്ലാ കാലത്തും CPM ഒരു വളർച്ച എന്ന് പറയുന്നത് VS വരെയൊക്കെയുള്ള ഒരു സമയത്ത് വിമർശനം അത് പുറത്തും അകത്തുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് ചില വ്യക്തികളിലേക്ക് ചുരുങ്ങുന്നത് പാർട്ടിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാവുന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയല്ലേ ഇത്? അല്ല, നിശ്ചയമായും അത് കേന്ദ്രീകൃതമായി പോയി എന്നുള്ളതാണ് ഒരു വലിയ വിമർശനം. ആ വിമർശനം VS എന്ന് പറയുന്നത് ഒരു വിപ്ലവ സൂര്യനാണ്. അത് ഒരു ഘട്ടത്തിൽ മാത്രമേ അങ്ങനെ ഒരു വിപ്ലവ സൂര്യൻ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ ഒരു VS ഇല്ലാത്തതാണ്, VSൻ്റെ ശൂന്യതയാണ് ഏറ്റവും പരമപ്രധാനം. MN വിജയൻ മാഷൊക്കെ പറഞ്ഞിട്ടുണ്ട്. വിജയൻ മാഷ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അകത്തുനിന്ന് പറയുന്നത് പോലെ തന്നെ പുറത്തുനിന്നും പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഒടുവിൽ അദ്ദേഹം പുറത്തു നിന്ന് തന്നെ വർത്തമാനം പറയുകയായിരുന്നു. അത്തരത്തിൽ വർത്തമാനം പറയുക എന്നുള്ളതാണ് കാലഘട്ടത്തിൻ്റെ അനിവാര്യത. കേരളം ആഗ്രഹിക്കുന്നതും അതാണെന്നാണ് എൻ്റെ വീക്ഷണം. ചാനൽ ചർച്ചകളിൽ ഇനി എന്തായാലും ഉണ്ടാവും രാഷ്ട്രീയ നിരീക്ഷകനായി. നിശ്ചയമായും ചാനൽ ചർച്ചകളിലുണ്ടാവും. അത് ഏത് അടിക്കുറിപ്പ് എന്നുള്ളത് ചാനലിൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഞാൻ ഇപ്പോഴും ചാനലിന് നൽകുന്നു. എന്നെ ഇടതു നിരീക്ഷകൻ എന്ന പദവി ആ ഭാരമേൽപ്പിച്ചത് ചാനലുകാരാണ്, അല്ലാതെ മറ്റാരുമായിരുന്നില്ല. അപ്പോൾ അത് തുടരും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എന്തായാലും പലർക്കും അത് കൊള്ളേണ്ടടുത്തൊക്കെ കൊണ്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ കഴിഞ്ഞ തവണ ചെറിയൊരു മുന്നറിയിപ്പ്, ഒരു പാർട്ടി ലൈൻ സ്വീകരിച്ച് പോകണമെന്ന് പറഞ്ഞു, നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടോ പാർട്ടി? ഇല്ല, അങ്ങനെ
ഇതൊരു ചെറിയ കാര്യമാണല്ലോ, അതിലൊന്നും അത്ര വലിയ കാര്യമായി എന്നെപ്പോലൊരു ഈ എമ്പാറ്റയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പാർട്ടിക്ക് ഒരു കാരണവശാലും പാർട്ടി അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഇതൊക്കെ എന്ന് പറയുന്ന മനുഷ്യ സഹജമായിട്ടുള്ള ഇടപെടലുകൾ മാത്രമാണ്. നമ്മുടെ വർത്തമാനങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, ഇതൊക്കെ ഒരു ഇടപെടലുകൾ മാത്രമാണ്. അത് അത്ര മാത്രമേ അതിൽ കാര്യമുള്ളൂ. ഈ പാർട്ടി അതിലെ അണികളെയും നേതാക്കളെയും തിരുത്തുമ്പോൾ പാർട്ടിയും കൂടെ സ്വയം ഒരു പരിവർത്തനം നടത്തണമെന്നുള്ളത് കൂടെ അല്ലേ ഉദ്ദേശിക്കുന്നത്? നിശ്ചയമായും അത്തരത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലായിരിക്കും പാർട്ടി എന്ന് തന്നെയാണ്. കാരണം അതുകൊണ്ടാണല്ലോ പാർട്ടി ഇപ്പോൾ ജനങ്ങളെ കാണുന്നതിന് നേരിട്ടിറങ്ങുന്നു. 15 മുതൽ സന്ദർശനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ സമ്പർക്ക പരിപാടി എന്ന് ഉദ്ദേശിക്കുന്നത് പാർട്ടി തിരുത്തുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഈ പാർട്ടി തിരുത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചർച്ചകളിൽ സജീവമായി ഉണ്ടാകും. തിരുത്തലുകൾ വരുത്തി പാർട്ടി കൂടുതൽ ഉണർവോടുകൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇടപെടലായി മാത്രമാണ് ഹസ്കർ അതിനെ എന്തായാലും വിശദീകരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് അൻസമാനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.